ഹെൽത്ത് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പോലും അത്രയധികം റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ എന്നാലും കാര്യത്തിനോട് അടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ അടുത്തുള്ളവർക്കൊന്നും വരില്ല, ഇതൊക്കെ വേറെ എവിടെയോ നടക്കുന്ന കാര്യങ്ങൾ വേറെ ആർക്കോ എന്ന് വിചാരിച്ചിട്ട് പുഷ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള ഒരു ഒന്ന് അലേർട്ട് ആവാൻ വേണ്ടിയിട്ട് കൂടിയുള്ളൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മളൊരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആശംസ പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിനെ എങ്ങനെ ആശംസിക്കണം എന്നുള്ളത് സത്യത്തിൽ നമുക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇപ്പൊ മൈത്രയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നിൽക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ഹീലിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മൈത്രയ്ക്ക് ഒരുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾസോ ഞാൻ റീസെൻ്റ്ലി ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടത് എബൌട്ട് എന്തൊരു അസുഖത്തിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ജനറലി നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പേരൻസിന് രണ്ടുപേർക്കും അവർ ഡയബറ്റിക് ആണ്, സോ എന്തായാലും എനിക്ക് വരും എന്ന് പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും ക്യാൻസറിന്റെ കാര്യത്തിൽ നമ്മളിത് പറയാറുണ്ട്. ഇത് നമ്മുടെ DNA ഉള്ളതാണ്, അതെന്തായാലും ഇതിനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിനോട് നമുക്കൊരു ഫിയർ കൂടുതലായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഇൻസ്ട്രക്ടർ പറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും, അത് ഈവൻ ഒരു ചെടിയാണെങ്കിൽ പോലും അത് എവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നു, അതിന് എന്ത് വളം കൊടുക്കുന്നു, എന്ത് എൻവയോൺമെന്റിൽ അത് നിൽക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മുടെ ജീൻസിൽ അത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് എല്ലാവർക്കും മാനിഫെസ്റ്റ് ആവണമെന്നില്ല. അതിനൊരു ട്രിഗർ ഉണ്ടാവണം, അതിനുള്ള കാരണങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് പറ്റുന്ന എൻവയോൺമെന്റ് ഉണ്ടാവണം. അല്ലാതെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് മാൻഡേറ്ററി ആയിട്ട് വരും എന്ന് വിചാരിച്ചിട്ട് ആരും ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ കൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ വരുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും. അല്ലെങ്കിൽ പേരൻസിനുള്ളതൊക്കെ നമുക്ക് വരും എന്നുള്ള ആ ഒരു ബിലീഫിൽ വലിയ കാര്യമില്ല എന്നുള്ളത്. ആക്ച്വലി വെൻ ഷീ സെഡ് ദാറ്റ്, എൻ്റെ ആ ഒരു ഇൻസ്ട്രക്ടർ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കത് ഭയങ്കര റിലീഫ് തന്നു എന്നുള്ളതാണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെയുള്ള തോട്ട്സ് ഒക്കെ എൻ്റെ തലയിലും ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര റിയലൈസേഷൻ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ ഫാമിലിയിൽ ആ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഇറ്റ് ഡസൻറ്റ് മീൻ നമുക്കൊക്കെ അതിങ്ങനെ വന്നോളണമെന്നില്ല. എൻവയോൺമെൻറ്റ് ഭയങ്കര മാറ്റേഴ്സ്, നമ്മുടെ തോട്ട്സ് ഭയങ്കര മാറ്റർ ആണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫായിട്ട് ഫീൽ ചെയ്തു. സോ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ആൻഡ് വൺസ് അഗെയിൻ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ടു മൈത്ര ബ്രസ്റ്റ് ക്യാൻസർ ക്ലിനിക്. താങ്ക് യു സോ മച്ച്. Thank you, Ashwati ma'am, for your inspiring speech. I kindly stay back to the stage, ma'am. Now I invite the entire team behind